ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ആക്ച്വലി ഞാനൊരു സ്കോളർഷിപ്പിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ആക്ച്വലി വന്നിരിക്കുന്നത്. എന്താ സ്കോളർഷിപ്പ് എന്ന് വെച്ചാൽ ഗ്രേസ് ഹോപ്പർ സ്കോളർഷിപ്പ്. സോ വൂട്ട് ഈസ് ദാറ്റ് സ്കോളർഷിപ്പ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ഫുൾ ലെങ്തിലുള്ളൊരു ഭയങ്കര കുറച്ച് ഏറെ ഡീറ്റെയിൽസ് ഉള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ഗ്രേസ് ഹോപ്പർ സ്കോളർഷിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഗ്രേസ് ഹോപ്പർ എന്ന് പറയുന്നൊരു മാത്തമാറ്റീഷ്യൻ ആയിരുന്നു, ഒരു സയൻറ്റിസ്റ്റ്, മാത്തമാറ്റീഷ്യൻ, ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആയിരുന്നു. സോ ഇൻ ദ ലേറ്റ് 80s ഷീ വാസ് സ്റ്റഡിങ് ഇൻ US-ലായിരുന്നു. അപ്പം പുള്ളിക്കാരിക്ക് എന്താ അനിത ബോർക്കും ഡോക്ടർ ടെല്ലി വിയന്നിയും കൂടി ഒരുമിച്ച് ഫൗണ്ട് ഔട്ട് ചെയ്തതാണ് ഗ്രേസ് ഹോപ്പർ കോൺഫറൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഗ്രേസ് ഹോപ്പർ കോൺഫറൻസിന് അറൗണ്ട് $1,250 അങ്ങനെ ഡിഫർ ചെയ്യും, എപ്പോഴും ഡിഫർ ചെയ്യുന്ന ഒരു എമൗണ്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ആക്ച്വലി അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് അത് അഫോർഡ് ചെയ്യാൻ ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലൈക്ക് അത്രയും ഡോളേഴ്സൊക്കെ ആ ഒരു സമയത്ത് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനു വേണ്ടി അവരൊരു സ്കോളർഷിപ്പ് ഫോർ ഗേൾസ്, ഇത് വുമൻ സ്കോളർഷിപ്പ് അല്ലെങ്കിൽ വുമൻ കോൺഫറൻസ് ആണ്. അതായത് ടെക്നിക്കലി ഭയങ്കര സ്ട്രോങ് ആയിട്ട്, അതായത് ടെക്നോളജിയിൽ വളർന്നു വരുന്ന വുമണ് കൊടുക്കുന്ന ഒരു അവസരമാണ്. ഇതൊരു 3 days ഇവൻ്റ് ആണ്. അപ്പോൾ ഈ ഇവൻറ്റ് കൺസിസ്റ്റ് ഓഫ് മെനി വർക്ക്ഷോപ്സ്, പിന്നെ കുറച്ച് ഇൻറ്റേൺഷിപ്സ് ഓഫേഴ്സ് ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ സർട്ടീൻ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ആക്ച്വലി ആ ഇവൻറ്റിലോട്ട് പോകുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. എൻ്റെ സമയത്ത് പോർട്ട്ലാൻഡ് US-ലായിരുന്നു എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കോവിഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ ആക്ച്വലി എന്താണ് നമ്മുടെ വീട്ടിലിരുന്ന് അല്ല ഹോസ്റ്റലിലിരുന്ന് സെഷൻസ് കേൾക്കുമായിരുന്നു. വെർച്വലായിട്ടാണ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. പക്ഷേ ഇത് ഇൻ പേഴ്സണും ഉണ്ട്. ഇൻ പേഴ്സൺ എന്ന് വെച്ചാൽ അവിടുത്തെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, പിന്നെ പ്ലസ് ട്രാവൽ എക്സ്പെൻസ് എല്ലാം ഈ സ്കോളർഷിപ്പിൽ തന്നെ കവർ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു അടിപൊളി സ്കോളർഷിപ്പാണ് ഫോർ ഗേൾസ്, ടിപ്പിക്കലി ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് ഗേൾസ്. അപ്പോൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയറിലുള്ള പിള്ളേർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ഡേറ്റ് കഴിഞ്ഞു പോയി. പക്ഷേ ഇനിയിപ്പോൾ 2025 വരുമ്പം ഒബ്വിയസ്ലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഡേറ്റും കാര്യങ്ങളൊക്കെ സൈറ്റിൽ നോക്കിയാൽ മതി. എനിവേസ്, ഗ്രേസ് ഹോപ്പർ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ സൊസൈറ്റി ഉണ്ട് ഇവർക്ക്. അതായത് US-ലാണ് ഇവരുടെ ബേസും കാര്യങ്ങളും ഒക്കെ എങ്കിലും ഒരു സിസ്റ്റർ സൊസൈറ്റി ഉണ്ട് ഇവർക്ക്. അപ്പോൾ ആ സിസ്റ്റർ സൊസൈറ്റിയാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ഗ്രേസ് ഹോപ്പർ സെലിബ്രേഷൻ വരുന്നത് ഒക്ടോബറിലാണ്. അപ്പോൾ അതിൻ്റെ സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഫില്ല് ചെയ്യണത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയിപ്പം അടുത്തൊരു ഘട്ടത്തിലേക്ക് കിടക്കാം. പ്ലസ് ഫസ്റ്റ് ഞാൻ എൻ്റെ സ്കോളർഷിപ്പ് എങ്ങനെയാണ് എനിക്ക് കിട്ടിയത്, പിന്നെ എന്തൊക്കെയാണ് എനിക്ക് US ബേസിലെ സ്കോളർഷിപ്പാണ് കിട്ടിയത്. ഇതിപ്പോൾ അവർ എനിക്കൊന്ന് ഈ ഇന്ത്യ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1 year ഒക്കെ ആയിട്ട്, ലൈക്ക് കുറച്ച് വർഷമേ ആയിട്ടുള്ളൂ ഇന്ത്യയിൽ ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ തുടങ്ങിയിട്ട്. ബട്ട് ഇറ്റ്സ് വെരി നൈസ്. നമുക്ക് ആ ഒരു ഫ്രണ്ട്ലി ഫീലിംഗ് കിട്ടും. നമുക്ക് ആക്ച്വലി ഇൻറ്റേൺഷിപ്പ് ഓഫേഴ്സ് ലൈക്ക് ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് വേൾഡ്. എനിക്ക് ആഫ്രിക്ക അങ്ങനെ കുറേ കൺട്രീസിൽ നിന്ന് വരെ എനിക്കൊരു ഫ്രണ്ട് കണക്ഷൻസ് ഒക്കെ കിട്ടിയായിരുന്നു ഈ സ്കോളർഷിപ്പ് കിട്ടിയപ്പം. അങ്ങനെ കുറേ സ്കോളേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി, ലൈക്ക് മിംഗ്ലിങ് തുടങ്ങി. അപ്പോൾ ഓൾ ഓവർ ദ വേൾഡ് എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടിയാൽ നമുക്കത് മനസ്സിലാവും. സോ അപ്പോൾ എനിക്ക് വന്ന മെയിലും കാര്യങ്ങളും ഒക്കെ ഞാൻ കാണിച്ചു തരാം. അതെ. അപ്പം ഇതിന്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആക്ച്വലി ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നമുക്ക് ട്രാൻസ്ക്രിപ്റ്റ് ഓഫ് റെക്കോർഡ്സ് ഉണ്ടാവണം. പിന്നെ നമ്മുടെ ID കാർഡ് വേണം. പിന്നെ ഒരു റെസ്യൂമെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഞാനൊക്കെ സെക്കൻഡ് ഇയറിലാ റെസ്യൂമെ ഒക്കെ. അപ്പം അതിനകത്ത് ഒന്നുമില്ല. പക്ഷെ എന്നാലും അവർ ആക്ച്വലി നോക്കിയ കാര്യം ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ്. പിന്നെ നമ്മുടെ ഒരു ലൈക്ക് ID കാർഡ് വേണം. കോളേജിലാണ് പഠിക്കുന്നതെന്നുള്ളതിന്റെ ഒരു തെളിവിന് ഒരു ID കാർഡ് വേണം. ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി നമുക്ക് വേണ്ടത്. അപ്പം ഇത് കണ്ടോ, ഇതിപ്പോ ആക്സെപ്റ്റ് ഇന്റർനാഷണൽ. അപ്പൊ എങ്ങനെ, ലൈക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആണ്, നമുക്ക് ആക്ച്വലി സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്, ആക്സെപ്റ്റ് ഇന്റർനാഷണൽ എന്ന് പറയുക. അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇപ്പോഴും ഇത് 2 വർഷം മുന്നത്തെ എന്റെ ആപ്ലിക്കേഷൻ ഇപ്പോഴും ഇവിടെ ഓൺലൈൻ ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ സോനാപ്പില് B20 അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തു. സൗത്ത് ഏഷ്യൻ ആണ്. പിന്നെ എന്റെ പ്രൂഫ് ഓഫ് സ്റ്റുഡന്റ് സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് എന്റെ ID കാർഡ്, കോളേജ് ID കാർഡ്. എങ്ങനെ 2 സൈഡും വെച്ചിട്ടുള്ളത് കൊടുക്കണം. ഓക്കെ. പിന്നെ ദേ നമ്മുടെ എത്നിക് ഏഷ്യൻ ആണ്, ജെൻഡർ വുമൺ, പ്രൊനൗൺ ഷീ ഓർ ഹെർ, ഏജ് 18 to 20 ആയിരിക്കണം കൊടുക്കുമ്പോൾ കേട്ടാ.
പിന്നെ ഡ്യൂട്ടി ഒന്നും ഇല്ലല്ലോ. അപ്പം നോ ഏജ് വെരിഫിക്കേഷൻ എസ് ഉണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, സിറ്റിസൺഷിപ്പ് ഇന്ത്യൻ ആണ്, US റിസൈഡ് ചെയ്യുന്നില്ല, കൺട്രി ഓഫ് റെസിഡേഷൻ ഇന്ത്യ, ഫസ്റ്റ് ജനറേഷൻ കോളേജ് സ്റ്റുഡന്റ്. അതായത് നമ്മുടെ ജനറേഷൻ തൊട്ടാണോ കോളേജിൽ പോകാൻ തുടങ്ങി? അല്ലല്ലോ. മീൻസ് അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ കോളേജിൽ പോയി പഠിക്കുന്നുണ്ടെങ്കിൽ അതിന് നോ എന്നൊരു ആൻസർ എഴുതിയാൽ മതി. പിന്നെ ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ്, ഫീൽഡ് ഓഫ് എക്സ്പെർട്ടൈസ് എന്താ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെന്താ സ്റ്റുഡന്റ് ടൈപ്പ് അണ്ടർ ഗ്രാജുവേറ്റ് സെക്കൻഡ് ഇയർ ആയിരുന്നു ഞാൻ. അത് നിങ്ങൾക്ക് ആക്ച്വലി ആ ഒരു ഓപ്ഷൻ കൊടുക്കാം. പിന്നെന്താണ്, പിന്നെ August 2024 അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇതൊരു കൺവേർഷൻ, അതിന്റെ ഞാൻ ലൈക്ക് ആ കാൽക്കുലേറ്റർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാം. അതായത് നമ്മളിത് GPA ഫോർമുല നമ്മുടെ ഇവിടെ കയറ്റി വെക്കുമ്പോഴത്തേക്കും CGPA 10 നമ്മൾ ആക്ച്വലി CGPA കൊടുക്കുന്നത്. അപ്പം 3.72 എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എനിക്ക് അന്നത്തെ എന്റെ CGPA 9.13 മറ്റോ കണ്ടായിരുന്നു എന്റെ സെക്കൻഡ് ഇയറിലെ CGPA. അപ്പൊ ആ സമയത്ത് 9.13 ഞാൻ കൺവേർട്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഓക്കെ, എനിവേസ് ഒരു കാര്യം കൂടി കാണിക്കാനുണ്ടായിരുന്നല്ലോ. പ്രൂഫ് ഓഫ് സ്റ്റുഡന്റ് സ്റ്റാറ്റസ് കാണിച്ചല്ലോ. ഓക്കെ, ടെക്നിക്കൽ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് പിന്നെ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പിന്നെന്താണ് ഈ മിഷൻ ലേണിംഗ്, അതൊക്കെ കൊടുക്കുമ്പം കുറച്ചുകൂടി ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. എനിക്ക് അതൊക്കെ തന്നെയായിരുന്നു ഇൻട്രസ്റ്റ്. പിന്നെ സ്റ്റുഡൻസിന് കിട്ടത്തില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നെറ്റിലെ പിള്ളേർക്ക് വരെ കിട്ടിയവരുണ്ട്. ലൈക്ക് അവർ നോക്കുമ്പോൾ ലൈക്ക് നമുക്കൊരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, പക്ഷെ നമുക്ക് ടെക്നിക്കൽ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് ആക്ച്വലി ഒരു പോയിന്റ് ആണ് എപ്പോഴും. ഹാവ് യു പ്രീവിയസ്ലി അറ്റൻഡഡ് GHC, അങ്ങനെ എങ്ങനെയാണ് ഹിയർ ചെയ്തത്, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. പിന്നെ CV, എന്റെ CV എന്ന് വെച്ചാൽ അന്നത്തെ CV നിങ്ങൾ കാണണം, ഭയങ്കര മിനിമം, ലൈക്ക് ഒന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് വോളണ്ടിയറിങ് ആക്ടിവിറ്റീസിലൊക്കെ കുറച്ചുകൂടി ഇതുണ്ടായിരുന്നു. പിന്നെ എന്റെ പ്രോജക്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ ആകെ 2-3 പ്രോജക്ട്സ് മാത്രമേ ഉള്ളൂ. 9.12 ആയിരുന്നു എന്റെ അപ്പോഴത്തെ CGPA. ഞാൻ ഇതെന്തോ ക്യാൻവയിലെങ്ങാണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരു എന്റെ അവാർഡ്സും കാര്യങ്ങളും ഒക്കെ ലൈക്ക് എനിക്കൊരു ഫസ്റ്റ് പ്രൈസ് കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ ഫസ്റ്റ് ഇയറിൽ. പിന്നെ നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. +2 എനിക്ക് +2 ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ ചുമ്മാ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം, കുഴപ്പമൊന്നുമില്ല. ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ കാര്യമായിട്ട് എന്താ ലൈക്ക് ഇവര് ഇതിപ്പോ നമ്മുടെ ഗ്രേസ് ഓഫ് സ്കോളർഷിപ്പ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ ക്ലബിലും കാര്യത്തിലും ഒക്കെ ഉള്ളതിന്റെ ഒരു പ്രിഫറൻസ് കിട്ടുന്നത്. അപ്പം ഞാൻ ആ സമയത്ത് എനിക്കൊന്ന് വുമൺ ഇൻ കമ്പ്യൂട്ടിംഗ് ലീഡായിരുന്നു, സോഷ്യൽ മീഡിയ ലീഡ്, തിങ്കർ ഹബ്ബ് എക്സിക്യൂട്ടീവ് മെമ്പർ, അങ്ങനെ കുറച്ച് ലൈക്ക് എല്ലാ ക്ലബിലും ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ ക്ലബിലൊക്കെ ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതൽ. പിന്നെ ഓക്കെ, അപ്പൊ അതെല്ലാം നമ്മൾ കഴിഞ്ഞ് എല്ലാം കൊടുത്തു. ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ് ഇത്. Tell us why you attend and what type of impact you will bring being at a celebration focused on women in computing, and how will you share your experience on GHC with, and what type of impact. അതായത് അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്ത് ടൈപ്പ് ഓഫ് ഇമ്പാക്റ്റ് ആണ് നിങ്ങൾ ബാക്കിയുള്ളവരെ, ഇത് നിങ്ങൾക്ക് ഈ ഗ്രേസ് ഓഫ് സ്കോളർഷിപ്പ് കിട്ടിയാൽ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് അതായത് എന്താണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട്, അതായത് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യും, അതായത് ഈ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യും എന്നുള്ളതായിരുന്നു. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ടെൽ us why you want to attend GHC. എന്തുകൊണ്ടാണ് എനിക്ക് GHC അറ്റൻഡ് ചെയ്യുന്നത്, വാട്ട് ടൈപ്പ് ഓഫ് ഇമ്പാക്ട് യു വിൽ ബ്രിങ് ബീങ് അറ്റ് ഫോക്കസ്ഡ് ഓൺ കമ്പ്യൂട്ടിംഗ് ഓണി. ഓക്കെ, എന്റെ ആൻസർ ഞാൻ കാണിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് പറയാം എന്താ എഴുതിയത്. അതായത് ഞാൻ എഴുതി എന്താന്ന് വെച്ചാൽ അത് ആ ക്വസ്റ്റ്യൻ വൈ യു വോണ്ട് ടു അറ്റൻഡ് GHC എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഫേസ് ചെയ്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രഗിൾ നമ്മൾ എഴുതുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതായത് ടെക്നിക്കലായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും സ്ട്രഗിൾ കൊടുക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും. സ്ട്രഗിൾ എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി +2 പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ എൻട്രൻസ് കോച്ചിങ് ഉണ്ടായിരുന്നു. എൻട്രൻസ് കോച്ചിങ്ങിന്റെ സമയത്ത് ആ സമയത്തൊന്നും അങ്ങനെ എല്ലാരും ലൈക്ക് സ്കൂളിന്റെ ഒപ്പം എൻട്രൻസ് ചിലവരൊക്കെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ സമയത്ത് ഞാൻ അങ്ങനത്തെ ഒരു കൊച്ചായിരുന്നു, ലൈക്ക് രണ്ടും മാനേജ് ചെയ്യുന്ന ടൈപ്പ് ആയിരുന്നു. അപ്പൊ എന്റെ എഞ്ചിനീയറിംഗ് ക്ലാസ്സിൽ 2 ബോയ്സും ഒരു ഗേളും ഞാൻ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആക്ച്വലി എനിക്ക് മാത്സ് അത്യാവശ്യം ചെയ്യാൻ അറിയാം, എന്നാലും സാറുമാരൊക്കെ മാത്സ് ക്ലാസ് വരുമ്പോൾ പുള്ളി കുറച്ചുകൂടി ഓവർ കെയറിങ് ഒക്കെ തരാൻ തുടങ്ങി. പിന്നെ അതൊക്കെ എനിക്ക് ആക്ച്വലി വലുതായിട്ടൊന്നും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. എനിക്ക് അറിയാവുന്ന കാര്യം പിന്നെ കുറച്ചുകൂടി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. പിന്നെ അതും അല്ലാതെ ലൈക്ക് ആ സമയത്തൊന്നും നമുക്ക് അങ്ങനെ ബോയ്സ് ഗേൾസ് അങ്ങനെ സംസാരമൊന്നുമില്ല. അപ്പം
ഞാൻ ടിപ്പിക്കലി ലൈക്ക് നമുക്ക് രണ്ട് സൈഡ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഒരു സൈഡിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. ലൈക്ക് അതെന്ന് വെച്ചാൽ ഒരു വർഷത്തോളം ഞാൻ തന്നെ ഇരുന്നാണ് ക്ലാസ്സിൽ ഇരുന്നത്. ലൈക്ക് എല്ലാ ദിവസവും ഞാൻ അങ്ങോട്ട് വന്ന് വരികയും പോവുകയൊക്കെ ചെയ്യും. ലൈക്ക് നമുക്ക് എല്ലാ സാറ്റർഡേ സൺഡേസ് ഒക്കെ ഉണ്ടാവും. അപ്പം ഞാൻ തന്നെ ഒരു ക്ലാസ്സിൽ ഇരുന്ന് ലൈക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒറ്റയ്ക്ക് ഇരുന്നൊക്കെയാണ്. ലൈക്ക് ആ സമയത്ത് എനിക്ക് അത് വലിയ ചാലഞ്ച് ആയിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ പിന്നെ ഞാൻ കോളേജിലൊക്കെ കയറിയപ്പോ അയ്യോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണല്ലോ പഠിച്ചതെന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പം ഐ പ്രിഫർ ലൈക്ക് ഇവിടെ എഴുതിയാൽ കൊള്ളാം എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എസ്സേയിൽ എഴുതി. അപ്പൊ അങ്ങനെ. അപ്പൊ അത് എഴുതി. അതാണ് ഫസ്റ്റ് ആൻസർ. പിന്നെ സെക്കൻഡ് ആൻസർ എന്ന് വെച്ചാൽ ഞാൻ എന്തൊക്കെ ചെയ്യും, ലൈക്ക് പിള്ളേർ ലൈക്ക് ഞാൻ ഗ്രേസ് ഓഫ് സ്കോളർഷിപ്പ് കൂടിയാൽ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ലൈക്ക് ഞാൻ മിക്ക ലൈക്ക് കോളേജസിൽ സെക്ഷൻസ് കൊടുക്കും. പിന്നെ ലൈക്ക് മാക്സിമം എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് പറയും. പിന്നെ ഇതിന്റെ റെലവൻസ് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഞാൻ ചെയ്തു. പക്ഷെ അങ്ങനെ എഴുതി. അപ്പം ഗ്രേസ് ഓഫ് സ്കോളർഷിപ്പിന്റെ ഏറ്റവും മേജർ ടിപ്പ് എന്ന് പറഞ്ഞാൽ ട്രൈ ടു മേക്ക് യുവർ എസ് വെരി ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ വെരി ഫാസിനേറ്റിംഗ് ആക്കുക. ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആക്കുക നിങ്ങളുടെ എസ്. അതായത് ഇതിന്റെ അകത്ത് ഇപ്പം എന്റെ റെസ്യൂമിയോ അല്ലെങ്കിൽ എന്റെ CGPO ഒന്നും മാറ്റേഴ്സ് ചെയ്യുന്നില്ല. ആ ആണ് മാറ്റർ ചെയ്യുന്നത്. ആ എസ്സേക്കകത്ത് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ? പ്ലീസ് ഡോണ്ട് യൂസ് ChatGPT, ബാഡെ അങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യരുത്. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി 2 മാസത്തിന് മുന്നേ തന്നെ ആപ്ലിക്കേഷൻ ഡേറ്റ് ഐ തിങ്ക് ഫെബ്രുവരിയിൽ ഓപ്പൺ ആയി. മാർച്ചിലോ ഏപ്രിലോ ക്ലോസ് ആവുമായിരുന്നു. ഏപ്രിൽ ക്ലോസ് ആവും ടിപ്പിക്കലി. ഇത്തവണത്തെ ക്ലോസ് ആയി. അപ്പൊ അടുത്ത വർഷത്തെ നോട്ടിഫിക്കേഷൻ വരുമ്പം എനിവേസ് ഞാൻ പറയാം. ഇത്തവണ ആക്ച്വലി കുറച്ച് ലേറ്റ് ആയി. ഇനി നമുക്ക് GHC ഇന്ത്യയുടെ കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി. അപ്പം ഞാൻ ആക്ച്വലി ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ആ ഫസ്റ്റ് ആപ്ലിക്കേഷൻ തുടങ്ങിയ ദിവസം തന്നെ ആപ്ലിക്കേഷൻ ഫില്ലാക്കാൻ തുടങ്ങി. ഈ ആപ്ലിക്കേഷന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പം വേണമെങ്കിലും തുറക്കാം, എപ്പം വേണമെങ്കിലും ലൈക്ക് വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ സേവ് ചെയ്യാം. സേവ് ചെയ്ത് വെക്കാം. എന്നിട്ട് എപ്പം വേണമെങ്കിലും എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. മേക്ക് ന്യൂക്കിന്റെ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ. അതായത് GHC.anida.org അറ്റൻസ് അതിലേക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇതിന്റെ അകത്തെ ഇത് കണ്ടോ, ആപ്ലിക്കേഷൻ ഹാവ് ബീൻ ക്ലോസ്ഡ് ഓൺ April 2nd. April 22nd ആപ്ലിക്കേഷൻ ക്ലോസ് ആയി. സോ നമുക്ക് ഇതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. അടുത്ത വർഷം നമുക്ക് അപ്ലൈ ചെയ്യാം. സെക്കൻഡ് ഇയേഴ്സ് തേർഡ് ഇയേഴ്സിലോട്ടൊക്കെ കയറുന്നവർക്ക് ഒരു സന്തോഷമാണിത്. തേർഡ് ഇയേഴ്സിന് ഇനിയും അടുത്ത കൊല്ലം അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ അവർക്ക് വേറൊരു കാര്യം അപ്ലൈ ചെയ്യാൻ പറ്റും. അവർക്ക് ഇനി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് അഡ്വാൻസിങ് ഇൻക്ലൂഷൻ സ്കോളർഷിപ്പ്. ഇൻക്ലൂസീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ലൈക്ക് ഓക്കെ, ഇത് നമ്മൾ ആക്ച്വലി ഒരു ഭൂരിപക്ഷമല്ലാത്ത ആൾക്കാരാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളാണ് ആക്ച്വലി ഇൻക്ലൂസീവ് സൊസൈറ്റിയിൽ ഉള്ളത്. അപ്പൊ നമുക്ക് കുറച്ച് പ്രിഫറൻസസ് ഉണ്ട്. സ്കോളർഷിപ്സിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ലൈക്ക് നമുക്ക് കുറച്ചുകൂടി ഒരു 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 ഹാങ്ങിങ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ആക്ച്വലി. അപ്പം അഡ്വാൻസിങ് ഇൻക്ലൂഷൻ സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അത് 20, അതായത് അത് 15th ഓഗസ്റ്റ് വരെ ഉണ്ട്. ഇതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒരു GHC ഇന്ത്യ എന്ന് പറഞ്ഞൊരു ആ ഒരു സിസ്റ്റർ പോലെ ഒരു സിസ്റ്റർ ഓർഗനൈസേഷൻ ഇന്ത്യയിൽ സ്ഥാപിച്ചു. അതാണ് GHCI എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ആണ്. ഇതും GHCയുടെ തന്നെ, അതായത് അതിന്റെ ഒരു പ്ലേസ് ഹോൾഡർ ഇൻ ഇന്ത്യ, അത്രേ ഉള്ളൂ. അപ്പം ഇന്ത്യയിൽ വെച്ച് അതിന്റെ ഒരു സെലിബ്രേഷൻ, ഗ്രേസ് ഓഫ് സെലിബ്രേഷൻ ഇൻ ഇന്ത്യ നടക്കുന്നുണ്ട്. അത് ഇന്ത്യസ് ലാർജസ്റ്റ് ഗാദറിംഗ് ഓഫ് വുമൺ ആൻഡ് നോൺ ബൈനറി ടെക്നോളജീസ്. അപ്പൊ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ August 15 വരെ സമയമുണ്ട്. സോ ഇന്ത്യയിലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അവരുടെ എക്സ്പെൻസും ലൈക്ക് ഇൻ പേഴ്സൺ പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ ഇതിന്റെ അകത്ത് ആക്ച്വലി വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ഏഷ്യൻ ഇന്ത്യൻ ആണോ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഉള്ളത്. പിന്നെ നമ്മുടെ പേരൊക്കെ ആദ്യം കൊടുക്കണം. ആ ആപ്ലിക്കേഷൻ ലിങ്കിൽ പിടിച്ച് ക്ലിക്ക് ചെയ്താൽ മതി. ഷീ ഓർ ഹെർ, പിന്നെ വാട്ട് ഈസ് യുവർ ഏജ് ഗ്രൂപ്പ്, 18 to 20 ആയിരിക്കണം നിങ്ങൾ കൊടുക്കുന്നത്. അത് കോളേജിൽ പഠിക്കുമ്പോൾ അതനുസരിച്ച് വേരി ചെയ്യും. ഫസ്റ്റ് ജനറേഷൻ സ്റ്റുഡന്റ് ആണോ നിങ്ങൾ, അല്ലല്ലോ ഗാർഡിയൻ ഒക്കെ 4 ഇയർ കോളേജ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതാം. ലൈക്ക് ഇല്ലെങ്കിൽ S എന്ന് കൊടുക്കാം. S എന്ന് വെച്ചാൽ നമ്മളാണോ ആദ്യത്തെ ഒരു ജനറേഷൻ, ഈ ഒരു കോളേജിലോട്ട് കയറാൻ ആദ്യത്തെ ജനറേഷൻ നമ്മളാണോ ചോദിക്കുന്നുണ്ട്. മിക്കവരുടെയും കേസിൽ അല്ലായിരിക്കും. അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഹയസ്റ്റ് ഡിഗ്രി ലെവൽ സർട്ടിഫിക്കറ്റ് യു ഹാവ്. അപ്പം നിങ്ങൾ ആക്ച്വലി ഹയസ്റ്റ് സെക്കൻഡറി കൊടുക്കണം. ഗ്രാജുവേറ്റും ബാച്ചിലേഴ്സും കിട്ടിയില്ലല്ലോ. എഡ്യൂക്കേഷൻ വാട്ട് വിൽ ബി യുവർ, അപ്പൊ അണ്ടർ ഗ്രാജുവേറ്റ് സെക്കൻഡ് ഇയർ, അണ്ടർ ഗ്രാജുവേറ്റ് തേർഡ് ഇയർ, ഫോർത്ത് ഇയർ വരെ കൊടുക്കാം. ഞാൻ അണ്ടർ ഗ്രാജുവേറ്റ് തേർഡ് ഇയർ എന്ന് കൊടുത്തു. എന്നിട്ട് ഓക്കെ, വാട്ട് ഈസ് യുവർ ആന്റിസിപ്പേറ്റഡ് ഡേറ്റ് ഓഫ് ഗ്രാജുവേഷൻ ഡേറ്റ്. അപ്പൊ ഞാനിപ്പോ ചുമ്മാ കൊടുക്കാൻ 2026 കൊടുക്കുകയാണ്.
ഓക്കെ ആണല്ലോ. ക്യുമുലേറ്റീവ് CGPA എന്താ ഇഷ്ടമുള്ള എന്തെങ്കിലും 3.72 ഔട്ട് ഓഫ് 5 അത് കണ്ടുപിടിക്കാനുള്ള ഗ്രേഡ് കാർഡ്. നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡൊക്കെ വെറുതെ ജസ്റ്റ് മാർക്ക് ചെയ്ത് ഞാൻ ചുമ്മാ റാൻഡംലി ചെയ്യുന്നത്. എനിക്കിത് ശരിക്കും എനിക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്റെ കഴിഞ്ഞു കേട്ടോ. എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ഇത് കേട്ടോ മന്ത് ഡേ അങ്ങനെ കൊടുക്കണ്ട. അപ്പം 07 31st 2026 എന്നിട്ട് ഹൗ മെനി പ്രീവിയസ് അപ്പൊ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇതിങ്ങനെ ബേസിക് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. വേർഡ് ഓഫ് മൗത്ത് നോ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുക. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതിപ്പോ നിങ്ങൾക്ക് ആക്ച്വലി ഇതിന്റെ ഇത് വേണ്ടി വരത്തില്ല. ദേ ഇത് കണ്ടു കൊടുത്തിരിക്കുന്നുണ്ട്. ടെൽ us about yourself. Why are you interested in joining anitaborg.india scholarship program? അങ്ങനെയൊക്കെ പറയണം. എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് നിങ്ങൾ വരുത്തിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സണൽ അക്കാഡമിക് പ്രൊഫഷണൽ ജേർണി ഒക്കെ. അപ്പൊ 500 വേർഡ്സിൽ മാക്സിമം 500 വേർഡ്സിൽ എന്തെങ്കിലും ഒക്കെ കൊടുക്കുക. ഞാൻ ചുമ്മാ ഞാൻ റാൻഡംലി പഠിക്കുവാണ്. സോ അത് നെഗ്ലക്ട് ചെയ്തു. അപ്പം അക്കാഡമിക് ഗോൾസ് ആൻഡ് ആസ്പിറൻസ് അതായത് എന്തൊക്കെയാണ് ദ യൂസ് ഓഫ് ChatGPT ഓർ ക്രിയേറ്റ് യുവർ എസ്സേ ഈസ് നോട്ട് പെർമിറ്റഡ്. അതായത് ഈ AI വെച്ചിട്ട് നിങ്ങൾ ആക്ച്വലി കണ്ടുപിടിച്ച് കൊടുത്താൽ ഇവർക്ക് അത് ആക്ച്വലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ ഡോണ്ട് യൂസ് ChatGPT. അതർ ഡിപ്പെൻഡൻസി യൂസ് ചെയ്യരുത്. ക്വിൽബോട്ട് വേണേൽ പാരാഫ്രൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഗ്രാമാറ്റിക്കലി ഇറേഴ്സ് ഉണ്ടെങ്കിൽ അത് മാറ്റാം. ഓക്കെ കണ്ടോ ഫയൽ ഫോർമാറ്റ് CV ഒക്കെ അപ്ലോഡ് ചെയ്യണം. ഓക്കെ ഇപ്പൊ ഞാനത് അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പൊ ലൈക്ക് ബേസിക് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ ഇതിപ്പോ നിങ്ങൾക്ക് തന്നെ അപ്ലോഡ് ചെയ്യാം. ഇത് അൺഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാല് അതായത് ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഞാൻ വെച്ചതെന്ന് വെച്ചാൽ 10+2 സർട്ടിഫിക്കറ്റ്സ് പിന്നെ എന്റെ സെമസ്റ്റർ ഗ്രേഡ് കാർഡ്സ് വെച്ചു. പിന്നെ എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അവാർഡ്സ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്ത് എല്ലാം കൂടി ഒരു PDF ആക്കി. അത് എന്നിട്ട് എനിക്ക് 1 MB താഴെയാണ് അങ്ങനെ കണ്ടോണ്ട് ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. അപ്പം ഇതൊക്കെ തന്നെയാണ് എന്റെ വീഡിയോയിൽ എനിക്കത് ഷെയർ ചെയ്യാനുള്ളത്. സോ മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യുക. ഗ്രേസ് ഓഫ് സ്കോളർഷിപ്പ് ഒരു ഭയങ്കര ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് ആണ്. സോ അപ്പം ഇതില് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. ആക്ച്വലി ഈ ഒരു ഗ്രേസ് ഓഫ് സ്കോളർ ആവുക എന്ന് പറഞ്ഞാൽ ആ ഒരു വർഷം ആക്ച്വലി എനിക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു. കുറെ സെഷൻസ് ഒക്കെ എടുക്കാൻ പറ്റി, കുറെ പിള്ളേരെ പരിചയപ്പെടാൻ പറ്റി, കുറെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി. സോ മാക്സിമം ട്രൈ ചെയ്യുക. കാരണം ഇതിന്റെയൊക്കെ ഗുണം എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആക്ച്വലി പ്ലേസ്മെന്റ്സിനൊക്കെ ചെറിയ രീതിയിൽ അത് ഹെൽപ്ഫുൾ ആകും. പക്ഷെ ഏറ്റവും കൂടുതൽ നേരം നിങ്ങൾ ഹയർ സ്റ്റഡീസ് ഒക്കെ പോകുമ്പോഴത്തേക്കും ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്കോളർഷിപ്സ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും റിസർച്ച് പേപ്പർ ഉണ്ടോ നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അതിനൊക്കെ പ്രിഫറൻസ് നിങ്ങൾ എബ്രോഡ് സ്റ്റഡീസിനൊക്കെ പോകുമ്പോഴായിരിക്കും. സോ ഡു അപ്ലൈ ദിസ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ കൊടുത്തേക്കാം. അപ്പം ടേക്ക് കെയർ. ബൈ ബൈ. സി യു.